Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. അതായത് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ആ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ചാപ്റ്റർ വരുന്നത് ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട, നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഡീറ്റെയിൽ ഓൺ ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ്. ഡീറ്റെയിൽ ഓൺ ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ്. അതായത് സെൽഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ്, സെൽഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന സംവിധാനം, രീതി, അതിനെക്കുറിച്ച് വിശദീകരിക്കാം കേട്ടോ. ഡീറ്റെയിൽ ഓൺ ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ്. There are three things to be taken care of while speaking a language. അപ്പോൾ നമുക്കറിയാം ദ പ്രാക്ടീസ് ഓഫ്. അപ്പോൾ എന്താ നമ്മുടെ ടൈറ്റിൽ വരുന്നത്? ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ്. അത് ഡീറ്റെയിൽ ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ്, അതായത് നമ്മൾ സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ there are three things to be taken care of while speaking a language. ഒരു ഭാഷ സംസാരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നോയിങ് ദി ആപ്റ്റ് വേർഡ്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ അനുയോജ്യമായ പദങ്ങൾ നമുക്കറിയണം. അതായത് വൺ വേർഡിൽ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം വൊക്കാബുലറി. രണ്ടാമത്തേത് അറേഞ്ചിങ് ദ വേർഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. രണ്ടാമത്തേത് വാക്കുകൾ ശരിയായ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. വാക്കുകൾ ശരിയായ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതായത് രണ്ടാമത്തേത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, സിംഗിൾ വേർഡിൽ പറയുമ്പോൾ വൺ വേർഡ്, ഗ്രാമർ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്ററിങ് ദ വേർഡ്സ് പ്രോപ്പർലി. വാക്ക് ശരിയായിട്ട് വാക്ക് എന്ത് ചെയ്യുക, ഉച്ചരിക്കുക. അതായത് പ്രൊനൗൺസിയേഷൻ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിൻ്റെ അതായത് വാക്ക് ശരിയായ രീതിയിൽ ഉച്ചരിക്കുക. അറ്ററിങ് ദ വേർഡ്സ് പ്രോപ്പർലി, അതായത് വൺ വേർഡ് പറയുമ്പോൾ പ്രൊനൗൺസിയേഷൻ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Problems associated with all these three can be solved by adopting self-recording strategy. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഈ മൂന്ന് പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെൽഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് വരുന്ന മൂന്ന് പ്രശ്നങ്ങളാണിത്. അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അതായത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വൊക്കാബുലറിയുടെ കാര്യം, രണ്ടാമത്തേത് ഗ്രാമറിൻ്റെ കാര്യം, മൂന്നാമത്തേത് പ്രൊനൗൺസിയേഷൻ. ഈ മൂന്ന് കാര്യത്തിലാണ് പൊതുവെ ആളുകൾക്ക് പ്രോബ്ലമായി വരുന്നത്, അല്ലെങ്കിൽ മിസ്റ്റേക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് പരിഹരിക്കാൻ പറ്റിയ മാർഗമാണ് എന്ത്? സെൽഫ് റെക്കോർഡിംഗ് സ്ട്രാറ്റജി. സെൽഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന രീതി, അതും ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പരിഹരിക്കാം. By doing self-recording, you understand your level of improvement. നമുക്ക് സെൽഫ് റെക്കോർഡിംഗ് ചെയ്യുക വഴി നമ്മൾ എന്തുമാത്രം ഇംപ്രൂവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മേക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഓഫ് സെൽഫ് കറക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ഈ സെൽഫ് റെക്കോർഡിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഗുണം. ഒന്നാമത്തേത്, നമുക്ക് നമ്മുടെ മാറ്റം നമ്മൾ അറിയുന്നു. രണ്ടാമത്തേത്, നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു സെൽഫ് റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ നോക്കണം, അതിൻ്റെ ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കൂ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ റെക്കോർഡിംഗ്. ഒരാൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം
അതായത് നിങ്ങൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരാളെല്ലാം നിങ്ങൾ, കാരണം ഇനി പറയുന്നത് യു എന്നുള്ളതാണ്. യു ക്യാൻ വർക്ക് ഓൺ ദി ഫോളോവിങ് പോയിന്റ്സ്, അതായത് താഴെ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ സെൽഫ് റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പറയുന്ന പോയിന്റ്സ് 6 പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് എന്താ ചെയ്യേണ്ടത്? ഒബ്സർവ് ദ സ്പീഡ് അറ്റ് വിച്ച് യു സ്പോക്ക്. ഒന്നാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റെക്കോർഡ് ചെയ്തല്ലോ, നിങ്ങൾ അതിൽ സംസാരിക്കുന്ന വേഗത. നിങ്ങൾക്ക് സംസാരിക്കുന്ന വേഗത എന്ന് പറയുമ്പോൾ 2 കാര്യം നോക്കണം. വേഗത കൂടിപ്പോയോ അതല്ല കുറവാണോ. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഒബ്സർവ് ദ സ്പീഡ് അറ്റ് വിച്ച് യു സ്പോക്ക്. വാസ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ദ സിറ്റുവേഷൻ. നമ്മൾ നോക്കുക, നമ്മൾ സംസാരിക്കുന്ന സിറ്റുവേഷൻ ഏതാണോ അതിന് അനുയോജ്യമായ വേഗതയാണോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വളരെ സ്ലോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ സ്റ്റുഡൻസ് കമൻറ്റ് ചെയ്യാം, സാറേ നല്ല ക്ലാസ് വളരെ ലാഗാണ്, വളരെ സാവധാനമാണെന്ന്. വേഗത വളരെ കൂടിപ്പോയാലോ അപ്പോൾ പറയുകയും ചെയ്യും വളരെ ഫാസ്റ്റാണ്, വേഗത കൂടുതലാണ്, അല്ലേ? അപ്പം നമ്മൾ ഇത് രണ്ടിലോട്ട് പോവാതെ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അതാണ് ഇവിടെയും പറയുന്നത്, നമ്മൾ സംസാരിക്കും. ഇപ്പം ഞാൻ എടുത്ത ഈ ക്ലാസ് ഞാൻ തന്നെ കേൾക്കുമ്പോൾ എനിക്കിതിൻ്റെ പോരായ്മ മനസ്സിലാവും. അതായത് വേഗത കൂടുതലുണ്ട്. അപ്പം ഞാൻ തന്നെ കേൾക്കുമ്പോൾ വളരെ സ്ലോ ആണെങ്കിൽ എനിക്ക് തന്നെ ലാഗ് ഫീൽ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് സ്പീഡ് ഒബ്സർവ് ചെയ്യുക. ഒറ്റ വാക്കിൽ ഓർത്ത് വയ്ക്കും കേട്ടോ, സ്പീഡ് ഒബ്സർവ് ചെയ്യുക. പിന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഈ രണ്ടാമത്തേത് വാച്ച് ഓൺ ദി ഹെസിറ്റേഷൻ ഫ്രേസസ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഓർക്കുക, ഹെസിറ്റേഷൻ ഫ്രേസസ്. അതായത് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ, ഹെസിറ്റേഷൻ ഫ്രേസസ്. അത് ഞാൻ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കൊടുത്തത്. അതായത് ഹം, ആ ഇതുപോലുള്ള വാക്കുകൾ. അതായത് പൊതുവെ നമ്മൾ ഒരു സംസാരത്തിൽ നമുക്ക് ഒന്നുകിൽ പ്രിപ്പറേഷൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ ലാഗ് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് അറിയാതെ അത്തരം വാക്കുകൾ എന്ത് ചെയ്യാം. ഇപ്പോൾ ഓരോരുത്തരും ഓരോ ശൈലിയാണ്. ചില ആളുകൾ ചിലപ്പോൾ ദെന്ന് പറയും, ചിലർ സോന്ന് പറയും. അപ്പം ഇത്തരത്തിൽ അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെസിറ്റേഷൻ ഫ്രേസസ് വാച്ച് ചെയ്യുക. ഇത് കൂടുന്നുണ്ടോ? അപ്പോൾ പോയിന്റ് ഓർക്കുക, ഹെസിറ്റേഷൻ ഫ്രേസസ്. വാച്ച് ഓൺ ദ ഹെസിറ്റേഷൻ ഫ്രേസസ് ദാറ്റ് അപ്പിയർഡ് ഇൻ യുവർ ടോക്ക്. നിങ്ങളുടെ സംസാരത്തിൽ അപ്പിയർ ചെയ്യുന്ന, നിങ്ങളുടെ സംസാരത്തിൽ വരുന്ന ഹെസിറ്റേഷൻ ഫ്രേസസ് വാച്ച് ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പോൾ വാച്ച് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അത് അരോചകമായിട്ട് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ അത്തരം സംഭവങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചില പിള്ളേർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൗണ്ട് ചെയ്യും, അല്ലേ? അതായത് സാർ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പം അതുപോലെ അപ്പം ഇത്തരത്തിലുള്ള ഹെസിറ്റേഷൻ ഫ്രേസസ് ഒന്ന് വാച്ച് ചെയ്യാം. കാരണം നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തത് കേൾക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റുമല്ലോ നമ്മൾ എന്താണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അധികമാണെങ്കിൽ എന്ത് ചെയ്യാം, ട്രൈ ടു അവോയ്ഡ് യൂസിങ് ഇറ്റ് ടു ഓഫൺ. വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. വളരെ അധികം, അതായത് ഇപ്പം എന്താ ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 1-2 തവണയൊക്കെ എന്തെങ്കിലും അത്തരം പിന്നെ ഹെസിറ്റേഷൻ വേർഡ്സ് വരാം. പക്ഷേ വളരെ കൂടുമ്പോൾ അതൊന്ന് കുറക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാം. മൂന്നാമത്തേത്, ഡസ് യുവർ ഇൻറ്റോനേഷൻ സ്യൂട്ട് ദി എമോഷൻ ഓഫ് ദ വേർഡ്സ് ദാറ്റ് യു യൂസ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോ വേർഡ്സും എല്ലാ വാക്കും ഒരുപോലെ അല്ല പറയാം, അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ സ്ട്രെസ്സിൽ വേരിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻറ്റോനേഷൻ, അല്ലേ? റൈസിങ് ഇൻറ്റോനേഷൻ ഉണ്ടാവും, ഫാളിങ് ഉണ്ടാവും. അതായത് ആ ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരുന്നത്. അപ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈകാരികമായിട്ട് ശബ്ദം അങ്ങനെ ഉയർന്നു പോകും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു പ്രത്യേക സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ വേരിയേഷൻ, ഉയർച്ച താഴ്ചകൾ അനുയോജ്യമാണോ, ഇമോഷൻ അനുയോജ്യമാണോ, അല്ലെങ്കിൽ കാരണം ചിലപ്പോൾ ആവശ്യമില്ലാതെ അങ്ങനെ കൂടിപ്പോവാണെങ്കിൽ, വല്ലാതെ ഇങ്ങനെ വൈകാരികമായിട്ടാണെങ്കിൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം ആ രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ്റെ ഇമോഷന് യോജിച്ച രീതിയിലാണല്ലോ ശബ്ദം ഉയരുന്നത്. ആ വാക്കുകളിൽ വരുന്ന റൈസിങ് അതുപോലെ തന്നെ ഫാളിങ് എന്ന് വെച്ചാൽ ശബ്ദം ഉയരുന്നതും താഴുന്നതും വലിയ അരോചകമായിട്ടൊന്നും വരുന്നില്ലല്ലോ. അതൊന്നും എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. നാലാമത്തേത്, കുഡ് യു റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ദ അതർ പേഴ്സൺ ഇൻ ദ കോൺവെർസേഷൻ. ഇനി അതൊരു കോൺവെർസേഷൻ ആണെങ്കിലും, അതായത് നിങ്ങളോടൊരു വ്യക്തി പറയുമ്പോൾ നിങ്ങളുടെ അയാളോടുള്ള പ്രതികരണം
ആ പ്രതികരണം അനുയോജ്യമായ രീതിയിൽ തന്നെയല്ലേ, ശരിയായ രീതിയിൽ തന്നെ അല്ലേ നിങ്ങളൊരു കോൺവെർസേഷനിൽ ഇടപെടുന്നത്? നിങ്ങൾ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നിങ്ങളുടെ മറുപടി പോസിറ്റീവായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ തന്നെ അല്ലേ? കാരണം ചില ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര ടെമ്പറുള്ള ആളുകളായിക്കാരം. അപ്പൊ നമ്മളെ സംസാരം, നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത്, എന്താ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയണ്ടാവില്ല. അത് പറയുന്ന ടോണ്, ഇൻടോണേഷൻ, അത് ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ, ഇതൊന്നും ആ സമയത്ത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. പിന്നീട് എന്ത് ചെയ്യാം, നമ്മളത് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, സെൽഫ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളുടെ ഒരാളോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അനുയോജ്യമായ അപ്രോപ്രിയേറ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കാരണം ഒരാളുടെ വിജയമാണത്. അതായത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. ഇനി അഞ്ചാമത്തേത്, വേർ യു ഗിവിങ് ദ അതർ പേഴ്സൺ എ ചാൻസ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ആൻഡ് ഐഡിയാസ്. ഒരു കോൺവെർസേഷനിൽ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളോട് സംസാരിക്കുന്ന ആളില്ലേ, അയാൾക്ക് നമ്മളോട് അയാൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുമ്പോൾ അയാളെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ നമ്മൾ തന്നെ ഒരു റേഡിയോ പോലെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് അതർ പേഴ്സൺ അയാളുടെ ഫീലിങ്സിനെ നമ്മൾ പരിഗണിക്കുന്നില്ലേ, അയാൾക്ക് പറയാൻ അവസരം കൊടുക്കുന്നില്ലേ, അയാളെ പരിഗണിക്കുന്നില്ലേ, അതൊന്ന് നോക്കുക നമ്മൾ ചെയ്യുന്നുണ്ടോ. അവസാനമായിട്ട്, വേർ യു ഏബിൾ ടു ലിസൺ ടു ദ വൊക്കാബുലറി യു ഹാവ് യൂസ്ഡ്. നിങ്ങളെ സംസാരത്തിൽ ഉപയോഗിച്ച വൊക്കാബുലറി ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ചില ആളുകൾ അവർ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള ബോധം തന്നെ ഉണ്ടാവില്ല, ആ രീതിയിലേക്കാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണേ, അയാളോട് സംസാരിച്ചപ്പോൾ, ദേഷ്യപ്പെട്ട് അയാളോട് സംസാരിച്ചപ്പോൾ ഇന്ന പദങ്ങൾ താൻ ഉപയോഗിച്ചു, താൻ ഇന്ന രീതിയിൽ മോശമായിട്ട് അയാളെ വിളിച്ചു എന്ന് പറയുമ്പോഴായിരിക്കും അയാൾ സമ്മതിക്കില്ല. അയാൾ പറയേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതായത് അല്ലെങ്കിൽ ചോദിക്കും ഞാൻ അങ്ങനെ വിളിച്ചോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മളത് ഏതൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കൃത്യമായുള്ളൊരു ധാരണ കേട്ടോ, അതായത് നമുക്ക് പിന്നീട് നമ്മൾ സെൽഫ് റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുമ്പോൾ, അതായത് നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ച് തന്നെയാണോ പറഞ്ഞത്, ഓർമ്മയോടെ ഡെലിബറേറ്റ് ഡെലിവറി ആയിരുന്നോ, മനഃപൂർവ്വമായിരുന്നോ, ഓർമ്മയുണ്ടോ? കാരണം ഇല്ലെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിങ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിലാണ് ആൻസർ കിടക്കുന്നത്. പക്ഷെ ഈ ചോദ്യം ഒന്ന് നോക്കൂ, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ 3 things that need to be taken care of while speaking a language? ഒരു ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്കാണ് അതിനുള്ളിൽ നിന്ന് വേറെ എന്ത് ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയത്. ആൻസർ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസിങ് ആവുമോ, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് എഴുതിയത്. അതായത് there are 3 things to be taken care of while speaking a language. നേരത്തെ പറഞ്ഞു, ഒരു ഭാഷ സംസാരിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നോയിങ് ആപ്റ്റ് വേർഡ്സ്, അതായത് വൊക്കാബുലറി, ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ. അറേഞ്ചിങ് ദ വേർഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ, അതായത് ഗ്രാമർ, വാക്കുകളുടെ ശരിയായ ഓർഡർ, വേർഡ് ഓർഡർ അല്ലെ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. കാരണം സെന്റൻസ് മാറുമ്പോൾ ഇത് മാറും, എല്ലാ വാചകങ്ങളുടെയും ഇതല്ല, ഇതൊരു ജനറൽ എന്താണ് വേർഡ് ഓർഡർ ആണ്. പിന്നെ അതുപോലെ തന്നെ അറ്ററിങ് ദ വേർഡ്സ് പ്രോപ്പർലി, അറ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചരിക്കാനാ, വാക്കുകൾ പ്രോപ്പറായിട്ട് ഉച്ചരിക്കാം, അതായത് പ്രൊനൗൺസിയേഷൻ, കൃത്യമായിട്ടുള്ള വാക്കുകളുടെ ഉച്ചാരണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നോക്കൂ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ്? എക്സ്പ്ലെയിൻ. എന്താണ് ഈ ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ്? അതായത് എയ്ഡ് സഹായങ്ങൾ. അതായത് ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ. അതായത് നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന
ചില സംഭവങ്ങളാണ് ഈ ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്. അപ്പോൾ നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ് ഇൻ ഇംഗ്ലീഷിലെ ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫർ ടു വെബ്സൈറ്റ്സ്, ആപ്സ് ഓർ അതർ ഓൺലൈൻ ടൂൾസ് ദാറ്റ് ഹെൽപ്പ് യൂസേഴ്സ് ലേൺ ആൻഡ് പ്രാക്ടീസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷിൽ വാക്കുകളുടെ അല്ലെങ്കിൽ ഫ്രേസസിന്റെ കറക്റ്റായ പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനും പഠിക്കുന്നതിനും യൂസേഴ്സിനെ സഹായിക്കുന്ന ചില ഓൺലൈൻ ടൂൾസുകളും ആപ്പുകളും വെബ്സൈറ്റുകളുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ്. അപ്പൊ നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം അല്ലെ, ശരിയായ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നത്, ഇത് പഠിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഓൺലൈൻ ടൂളുകള്, ആപ്പുകൾക്ക് ഇവയെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ എയ്ഡ്സ് എന്ന് പറയുന്ന ഒന്നിച്ച് പറയുന്ന പേരാണ്. നോക്കൂ, വി ഹാവ് എ ലാർജ് നമ്പർ ഓഫ് എക്സലന്റ് ഫ്രീ ടൂൾസ് ആൻഡ് റിസോഴ്സസ് ടു യൂസ്. ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് എക്സലന്റ് മികച്ച ഫ്രീ ടൂൾസ്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഉപയോഗിക്കാവുന്ന റിസോഴ്സസ് ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെങ്കിലും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ മടി കാരണം നമ്മൾ അതിനു വേണ്ടി ഒന്നും എന്ത് ചെയ്യില്ല, സമയം കളയില്ല. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് വലിയൊരു പ്രാധാന്യം നൽകുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട്, നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് റിസോഴ്സസ്, അതുപോലെ തന്നെ ഫ്രീ ടൂളുകൾ എല്ലാം ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഓഡിയോ ലെസൺസ് ഉണ്ട്, അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകളുണ്ട്. പോഡ്കാസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ വീഡിയോ സംപ്രേഷണങ്ങൾ ഒന്നിച്ചിട്ടാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡേഴ്സ്, ഓഡിയോ ആയിട്ടുള്ള വോയിസ് റെക്കോർഡേഴ്സ് ഇങ്ങനെ കേൾക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ആവുമ്പോൾ കാണും ചെയ്യാം. ഇനി നോക്കൂ, പോഡ്കാസ്റ്റ് എന്താണ് പോഡ്കാസ്റ്റ് എന്നുള്ളത്? പോഡ്കാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിക് സീരീസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ആൻഡ് ഡിജിറ്റൽ ഓഡിയോ ഫയൽസ് ദാറ്റ് എ യൂസർ ക്യാൻ ഡൗൺലോഡ് ടു എ പേഴ്സണൽ ഡിവൈസ് ഫോർ ഈസി ലിസണിങ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോയുടെ സ്പോക്കൺ റെക്കോർഡിംഗ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലിസണർക്ക് അയാളുടെ പേഴ്സണൽ ഡിവൈസിലോട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അയാളുടെ സൗകര്യത്തിന് കാണാവുന്ന ഓഡിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സിന്റെ എപ്പിസോഡിക് സീരീസ് ആണ്. അതിങ്ങനെ എപ്പിസോഡുകളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസവും വരുന്നതിനനുസരിച്ച് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പേഴ്സണൽ ഡിവൈസിൽ. നമ്മളെ സൗകര്യം പോലെ കണ്ടത് പിന്നെയും കാണാം, കേട്ടത് പിന്നെയും കേൾക്കും കാണും ചെയ്യാം. ഇത്തരത്തിലുള്ള സൗകര്യമാണ് എന്ത് പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചില ഓൺലൈൻ സഹായങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഫോർ ഇംപ്രൂവിംഗ് പ്രൊനൗൺസിയേഷൻ. നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പൊ ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് പറയുന്നത്, രണ്ടേ. ഒന്ന് യൂട്യൂബ് വീഡിയോ ലെസൺസ് ആണ്. അതായത് ഇത്തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ ലെസൺസ്, യൂട്യൂബിലെ വീഡിയോ ഇത്തരത്തിലുള്ള പാഠങ്ങൾ, ലെസൺസ്. ഇനി എന്താണ് ഓഡിയോയും വീഡിയോ? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ഓഡിയോ പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഇത്തരം ചില കാര്യങ്ങൾ. വീഡിയോ പഠിക്കുന്നത് എന്താണ് ഇവിടെ ഗുണം? Video is probably the best resource for improving English pronunciation via online. ഓൺലൈൻ വഴി പ്രൊനൗൺസിയേഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആണ്. എന്താണ് ആ ഒരു ഓഡിയോയേക്കാൾ വീഡിയോക്കുള്ള ഗുണം? എന്താ? ഇവിടെ
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് ആ വ്യക്തിയുടെ വായ നോക്കി പഠിക്കാൻ പറ്റും അല്ലേ, ഏത് വീഡിയോ ആകുമ്പോൾ. ഇനി നോക്കൂ, there are many helpful online videos for correcting your English pronunciation and accent. അപ്പൊ നമ്മളുടെ ആക്സെന്റ്, നമ്മളുടെ ഉച്ചാരണം, ആക്സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉച്ചരിപ്പ്, അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഓൺലൈൻ വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ നമുക്കാരും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. The advantage of video resources is, video resourcesന്റെ advantage is, എന്താണ് അഡ്വാൻറ്റേജ്? That you can see the correct mouth positions clearly. അതായത് ഒരു ശരിക്കും പ്രൊനൗൺസിയേഷൻ അറിയുന്ന ഒരു വ്യക്തി അയാളുടെ വായുടെ പൊസിഷൻസ് കറക്റ്റായിട്ട് ഉച്ചരിക്കുമ്പോൾ, ഓരോ വാക്ക് പറയുമ്പോൾ ശരിക്കും ആ ഒരു വായുടെ ഒരു പൊസിഷൻ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അതുപോലെ പറയാൻ പറ്റും, നമ്മളത് മറക്കും ചെയ്യില്ല. അപ്പൊ ഈ ഒരു ഗുണം എന്തിനുണ്ട്? നമ്മൾ വീഡിയോസ് കണ്ടു പഠിക്കുമ്പോൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. അതായത് ചില വാക്കുകൾ നോർമലി എല്ലാ ആളുകളും ഇപ്പൊ ഇന്ത്യക്കാർ നമ്മൾ അറിഞ്ഞാൽ തന്നെ വളരെ മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാവുന്ന വേർഡാണ് ഏത്? നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയും അല്ലെ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്തല്ല, ഷെഡ്യൂൾ എന്നല്ല, കറക്റ്റ്. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഞാൻ പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഷെഡ്യൂൾ എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മലയാളത്തിൽ കമന്റ് ചെയ്താൽ മതി. നോക്കാപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്തത്, അതായത് പ്രൊനൗൺസിയേഷനെ സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഒന്ന് യൂട്യൂബ് വീഡിയോ ലെസൺസ്, രണ്ടാമത് ഓഡിയോ ലെസൺസും അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ. പോഡ്കാസ്റ്റ് എന്താന്ന് പറഞ്ഞല്ലോ, അതായത് ഓഡിയോ ലെസൺസും അതുപോലെ തന്നെ പോഡ്കാസ്റ്റുമാണ് രണ്ട്. വൺ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഓഫ്, അതായത് പോഡ്കാസ്റ്റ് എന്താന്ന് പറഞ്ഞു, ഓഡിയോ ലെസൺ എന്താ നമ്മൾ പറഞ്ഞതാണ്. അതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാതെ അഡ്വാൻറ്റേജ് വെച്ച് തുടങ്ങുന്നത് കേട്ടോ, റിപ്പീറ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ്. വൺ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഓഡിയോ റിസോഴ്സസ് ഈസ് ദാറ്റ്. എന്താണ് ഓഡിയോ റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജ്? അതായത് they can enhance your listening skills as well. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊനൗൺസിയേഷൻ മെച്ചപ്പെടാൻ വേണ്ടിയാണ് ഓഡിയോ ലെസൺസ് നമ്മൾ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റൊരു ഗുണമാണ് എന്ത്? നമ്മളുടെ ലിസണിങ് സ്കിൽസ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും, എൻഹാൻസ് ചെയ്യും എന്നുള്ളത്. അത് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മെച്ചമാണത്. അതായത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ദേ ക്യാൻ എൻഹാൻസ് യുവർ ലിസണിങ് സ്കിൽസ് ആസ് വെൽ. അതായത് ഇതിനൊരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു മേന്മ, ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് നമ്മളുടെ ലിസണിങ് സ്കില്ലും ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻഹാൻസ് ചെയ്ത് കിട്ടും. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൂവൺ ഫാക്റ്റ് പറയാണ്. ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്റ്റ് ദാറ്റ്. എന്താണ് ആ പ്രൂവൺ ഫാക്റ്റ്? എ സ്റ്റുഡൻറ് വിത്ത് എക്സലന്റ് ലിസണിങ് സ്കിൽസ്. തെളിയിച്ച കാര്യമാണ്. നല്ല ലിസണിങ് സ്കില്ലുള്ള കുട്ടി, അത്തരം ഒരു കുട്ടിക്ക് ക്യാൻ ഔട്ട്സ്മാർട്ട് അതർ സ്റ്റുഡൻസ്. മറ്റു സ്റ്റുഡൻസിനേക്കാൾ, അതായത് മറ്റു വിദ്യാർത്ഥികളെക്കാൾ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റും, മികച്ചവനാവാൻ പറ്റും മറ്റുള്ളവരെക്കാൾ. മറ്റുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ ഡോണ്ട് ഹാവ് ഗുഡ് ലിസണിങ് സ്കിൽസ്, അതായത് നല്ല ലിസണിങ് സ്കിൽസ് ഇല്ലാത്ത മറ്റു കുട്ടികൾ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ലിസണിങ് സ്കിൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്, ഒരു കുട്ടിയെ അവൻ മികച്ചവനാക്കുന്നതിൽ, അവനെ ഔട്ട്സ്മാർട്ട് ആക്കുന്നതിൽ ലിസണിങ് സ്കില്ല് വളരെ വലിയ റോളുണ്ട്. അപ്പൊ നോക്കുക സ്റ്റുഡൻസ്, ഇതോടുകൂടി എന്ത് ചെയ്തു? നമ്മളെ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോസ് മുതൽ, കാരണം ഇന്ന് വരെ എനിക്ക് കുറച്ചുകൂടി ഞാൻ ബിസിയാണ്. അടുത്ത വീഡിയോസ് മുതൽ ഞാൻ ഒന്നും കൂടി വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടാം കേട്ടോ. മാക്സിമം പറ്റണ പോലെ എന്ത് ചെയ്യാം, കൂട്ടാം. അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പലരും
പല രീതിയിൽ പല സജഷൻ എന്നോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാവുന്നതെല്ലാം, അതിൽ പറ്റാവുന്ന സജഷൻസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ പരിഗണിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മുൻ വീഡിയോസിൽ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്തിരുന്നു, ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ള പേപ്പറിൽ. അപ്പോൾ അടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പിന്നത്തെ ബ്ലോക്ക് ഞാനങ്ങ് നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു ദിവസം വേണം, ഒരു ദിവസം വേണമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കേട്ടോ, അപ്പോൾ നാളെ മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പറ്റാവുന്ന അത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, കവർ ചെയ്യാം കേട്ടോ. മാക്സിമം നമുക്ക് ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.